ഹായ് ഓൾ. ഇന്നത്തെ ഈ ഒരു കാലഘട്ടം സ്മാർട്ട് ഫോണുകളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐഫോൺ ആയാലും കൊള്ളാം, ആൻഡ്രോയിഡ് മൊബൈൽ ആണെങ്കിലും കൊള്ളാം, നമ്മുടെ മൊബൈലിൽ ഒരു അവിഭാജ്യ ഘടകമാണ് കോളർ ഐ ഡികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻ്റർനെറ്റിൽ ധാരാളം കോളർ ഐ ഡി ആപ്ലിക്കേഷൻസും ലഭ്യമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് നമ്മുടെ മൊബൈൽ നമ്പറുകൾ സേവ് ചെയ്യാതെ തന്നെ അത് ആരുടെ നമ്പറാണ്, അല്ലെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചാലോ? അത്തരം ഒരു ആപ്പാണ് നാം ഇന്ന് കാണുവാൻ പോകുന്നത്. വെൽക്കം ടു ബ്രൈറ്റ് നാവിഗേറ്റർ. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ കൊച്ചി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ആൻഡ്രോയിഡ് മൊബൈലാണ് ഉപയോഗിക്കുന്നത്. സോ ഞാനിവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്, ഐക്കോൺ എന്നാണ്. ഓക്കെ, EYECON. അത് നിങ്ങളിവിടെ ജസ്റ്റ് ഐക്കോൺ അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് വരുന്നതാണ്. അതിൽ ഇൻസ്റ്റാൾ ബട്ടൺ അടിച്ചു കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, കാരണം ഇതൊന്ന് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഡൗൺലോഡിങ് നടക്കുകയാണ്. 20.49 MB ആണ്. ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഇവിടെ നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വരുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ അടിക്കുക. ഇവിടെ ഞാൻ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ക്യാൻസൽ ബട്ടൺ കൊടുക്കുകയാണ്. കണ്ടിന്യൂ ബട്ടൺ അടിക്കുന്നുണ്ട്. തുടർന്ന് ഡോണ്ട് ആസ്ക് അഗെയിൻ എന്ന ഓപ്ഷൻ കൊടുത്തു. സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുത്തു. ഇവിടെയുള്ള രണ്ട് ഓപ്ഷൻസ് നമ്മൾ എനേബിൾ ചെയ്യണം. ഇവിടെ നമ്മുടെ ഐക്കോൺ എന്നാണ് ആപ്പ്. സോ ഇവിടെയും ആ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തു. കണ്ടിന്യൂ ബട്ടൺ അടിക്കുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നതാണ്. അത് സെലക്ട് ചെയ്യുക. കണക്റ്റ് എന്ന ബട്ടൺ അടിച്ചു കൊടുക്കുക. ഇനി ഇതൊരു ഓതൻറ്റിഫിക്കേഷൻ നടക്കുകയാണ്. സോ ഒരല്പസമയം വെയിറ്റ് ചെയ്യുക. ഇത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് ഇതൊരു ഫ്രഷ് ഡേ കാർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. ഞാൻ അതിൻ്റെ ഇത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ എനിക്കിവിടെ ഗെറ്റ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഗാലറിയിൽ ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കാണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലൊരു ടിക്ക് ബട്ടൺ ഉണ്ട്. അങ്ങനെ ടിക്ക് ബട്ടൺ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മുടെ ആപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ പേരടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം ദിസ് ഇസ് മീ എന്ന ബട്ടൺ അടിച്ചു കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സും അതിന് കോൾ ഹിസ്റ്ററീസും ഒക്കെ തന്നെ അവർ എടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് കോൺടാക്ട് നമ്പേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിന് ഹിസ്റ്ററി എടുത്ത് നോക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ നമുക്കൊരു 77336154 എന്ന നമ്പർ എടുക്കുമ്പോൾ നമുക്കുള്ള ഓപ്ഷൻസ് ഇതാണ്. ഒന്ന്, നമുക്ക് കോൾ ഹിസ്റ്ററീസ് കാണാൻ പറ്റും. രണ്ട്, നമുക്ക് നമ്പർ സേവ് ചെയ്യാൻ പറ്റും. നമ്പർ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെ സേവ് ചെയ്യണം, ഫോണിലാണോ ഗൂഗിൾ അക്കൗണ്ടിലാണോ സേവ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. നെയിം കൊടുക്കുക, അതുപോലെ തന്നെ സേവ് ടു കോൺടാക്ട്സ് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് കോൺടാക്റ്റിന് കൂടെ ഇതും കൂടെ സെക്കൻഡറി നമ്പറായിട്ട് സേവ് ചെയ്യാനാണ് ആഡ് ടു ആൻ എക്സിസ്റ്റിംഗ് കോൺടാക്റ്റിന് അടിച്ചു കൊടുത്തിട്ട് ആ കോൺടാക്റ്റോട് പറഞ്ഞു കൊടുത്താൽ മതിയാവും. പിന്നെ വാട്സാപ്പ് ബട്ടൺ ഉണ്ട്. അത് നിൽക്കുമ്പോൾ വാട്സാപ്പിലേക്ക് പോകും. SMS ആണെങ്കിൽ നോർമൽ SMS പോകും. കോൾ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കോൾ പോകും. ഇതാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഈ നെറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള ആഡുകൾ ഇങ്ങനെ കയറി ഇറങ്ങും. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാം. അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ഇതിൽ ആപ്പ് കൺവീനിയൻ്റ് ആണ്. നമുക്കിനി വേറൊരു കോൺടാക്റ്റ് നോക്കാം. ഇവിടെ ഒരു നമ്മൾ നമ്പർ സേവ് ചെയ്തിട്ടില്ല. നോക്കുമ്പോൾ മോസിൻ സർ എന്നൊക്കെ പറഞ്ഞാണ് കാണിക്കുന്നത്. ഇവിടെ ഫേസ്ബുക്ക് എന്ന ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ഇത് മറ്റുള്ള കോൾ ഐ ഡിയിൽ ഇല്ലാത്തൊരു സംഭവമാണ്. വാട്സാപ്പ് ഐക്കൺ ഞെക്കുമ്പോൾ ഒബ്വിയസ്ലി വാട്സപ്പിലേക്ക് പോകും. SMS അയക്കുമ്പോൾ SMS പോകും. കോൾ വരുമ്പോൾ കോൾ ബട്ടണിലേക്ക് പോകും. ഓക്കെ, ഇത് കൂടാതെ ഞാൻ പറഞ്ഞു 4 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു.
അപ്പം അത് ഞാൻ വിട്ടുപോയിട്ട് നമ്മളെ കാണിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ സേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഓപ്ഷൻ ബ്ലോക്ക് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ചില നമ്പേഴ്സ് ശല്യമായിട്ട് വരുമ്പോൾ നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ബ്ലോക്ക് ചെയ്യണ സമയത്ത് എന്തൊക്കെ കൊടുക്കുക? പേര് കൊടുക്കുക, ബ്ലോക്ക് നമ്പർ എന്ന ഓപ്ഷൻ ടിക്ക് കൊടുക്കുക, ഇറ്റ് ഈസ് സ്പാം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ആ നമ്പറിൽ നിന്നുള്ള ശല്യം ഉണ്ടാവില്ല. ഓക്കെ. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ വാട്സാപ്പ് ഐക്കൺ. വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ചും ലേഡീസിനൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ആപ്പ് തന്നെയാണ്. നമുക്ക് നല്ലൊരു ശതമാനം സെക്യൂരിറ്റി നമുക്കിതിൽ അഷ്വർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കോളർ ഐ ഡീസുകൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ആരാണ്, എന്താണ്, അവരുടെ വാട്സപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ടോ എല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ആപ്പ് വഴി തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ എന്താ പറയുക, ഒരുപാട് തലവേദന പിടിച്ച ആപ്പല്ല, പക്ഷേ എന്നാലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഒറ്റ ആപ്പ് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ആരാണ് പറ്റിക്കണത് അല്ലെങ്കിൽ ആരാണ് വിളിച്ചതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഐക്കോൺ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞു. എന്ത് നിസ്സാരമായിട്ട് യൂസ് ചെയ്യുക അല്ലേ? പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവരുടെ സെക്യൂരിറ്റി കുറച്ചുകൂടെ ഒന്ന് ബലപ്പെടുത്താനായിട്ട് ഈ ഒരു ആപ്പ് സഹായിക്കും. തീർച്ചയായും ഈ ഒരു ആപ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കാൻ മറക്കരുത്. അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അതും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പങ്കുവയ്ക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നറിയിച്ചാൽ തീർച്ചയായും ഞങ്ങളുടെ ഓരോ വീഡിയോകളും കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള പങ്ക്തിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് ബ്രൈറ്റ് നാവിഗേറ്റർ പ്രസൻറ്റഡ് ബൈ സ്മാർട്ട് വെബ് ഇൻ കൊച്ചി.